ചുരുങ്ങിയ സമയം കൊണ്ട് കൂടുതൽ സമ്പാദിക്കുന്നതിനെ കുറിച്ചാണ് മനുഷ്യൻ കൂടെ കൂടെ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. ഹാർഡ് വർക്ക് ചെയ്യുന്നതിന് പകരം സ്മാർട്ടായി വർക്ക് ചെയ്ത് സമയവും അധ്വാനവും കുറച്ച് സമ്പാദ്യം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചാണ് ആധുനിക മനുഷ്യൻ എല്ലാ സമയത്തും ആലോചിക്കുകയും നിരന്തരമായി പരിശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശ്വാസ കാര്യങ്ങളിലും ആരാധനാ കാര്യങ്ങളിലും ഇത്തരത്തിൽ സ്മാർട്ടായ ഇബാദത്തുകൾ ചിലത് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. സ്മാർട്ടായ ഇബാദത്തുകൾ പോലെ തന്നെ സ്മാർട്ടായ ടൈമുകളുണ്ട്. സ്മാർട്ടായ സമയങ്ങളിൽ പ്രമുഖ സ്ഥാനത്ത് നിൽക്കുന്ന ഒന്നാണ് വിശുദ്ധ റമദാനിലെ 27-ാം രാവ് പോലെയുള്ള ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാവുന്ന സമയങ്ങൾ. ഞാൻ അതിനെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. എല്ലാ രാത്രിയിലും, മനുഷ്യന്റെ ജീവിതത്തിലെ മുഴുവൻ രാത്രിയിലും മനുഷ്യന് ലഭ്യമാകുന്ന ഒരു അസുലഭാവസരത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഈ അസുലഭാവസരത്തെ കൃത്യമായി വിനിയോഗിച്ചാൽ നമ്മളറിയാത്ത വഴിക്ക് നമ്മുടെ ഇബാദത്തിന്റെ അക്കൗണ്ട് ടോപ്പപ്പായി വരുന്നത് ആഖിറത്തിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. കേവലം 10 മിനിറ്റ് മാത്രമാണ് ഓരോ രാത്രിയിലും ഈ ഇബാദത്ത് ചെയ്യാൻ നമുക്ക് ആവശ്യമായി വരുന്നത്. എന്നാൽ ഈ 10 മിനിറ്റ് നേരത്തെ ഇബാദത്തിന് അള്ളാഹുവിന്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് ഓഫർ ചെയ്യുന്ന പ്രതിഫലം 18 മണിക്കൂർ നേരത്തെ പ്രതിഫലമാണ്. 10 മിനിറ്റ് നേരത്തെ ഇബാദത്തിന് അള്ളാഹുവിന്റെ ഹബീബ് ഓഫർ ചെയ്യുന്നത് 18 മണിക്കൂർ നേരത്തെ പ്രതിഫലമാണ്. നമുക്കിതൊന്ന് പരിശ്രമിച്ചു നോക്കിക്കൂടെ? എന്തിനാണ് നമ്മൾ ആയുസ്സും ആരോഗ്യവും പാഴാക്കി കളയുന്നത്? വെറും 10 മിനിറ്റ് ഒരു രാത്രിയിൽ നമ്മുടെ ആഖിറത്തിന് വേണ്ടി ചെലവഴിക്കാൻ നമുക്ക് സമയമില്ലേ? ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, മൻ സ്വല്ല സ്വലാത്തൽ ഇശാഇ ഫീ ജമാഅ ഫകഅന്നമാ സ്വല്ല നിസ്ഫൽ ലൈൽ. ഇശാ നിസ്കാരം ജമാഅത്തായി നിർവഹിക്കുന്നവൻ രാത്രി പകുതിയോളം നിസ്കരിച്ച പ്രതിഫലമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് ഓഫർ ചെയ്തിട്ടുള്ളത്. രാത്രി എന്ന് പറയുന്നത് 12 മണിക്കൂർ സമയമാണ്. 12ന്റെ പകുതി എന്ന് പറയുന്നത് 6 മണിക്കൂറാണ്. ഇശാ ജമാഅത്തായി നിർവഹിക്കാൻ നമുക്ക് മാക്സിമം വേണ്ട ടൈം 5 മിനിറ്റ് സമയമാണ്. ഒരു 5 മിനിറ്റ് സമയം നമ്മൾ ഇശാ ജമാഅത്തിന് വേണ്ടി ചെലവഴിച്ചാൽ നമുക്ക് 6 മണിക്കൂർ നിസ്കരിച്ച പ്രതിഫലമാണ് അള്ളാഹുവിന്റെ ഹബീബ് ഓഫർ ചെയ്യുന്നത്. അതേപോലെ റസൂലുള്ളാഹി പറയുന്നു, വമൻ സ്വല്ല സ്വലാത്തൽ ഫജ്രി ഫീ ജമാഅ ഫകഅന്നമാ സ്വല്ലൽ ലൈല കുല്ലഹു. സുബഹി നിസ്കാരം, ഫജ്ർ നിസ്കാരം ആരെങ്കിലും ജമാഅത്തായി നിസ്കരിച്ചാൽ അവന് രാത്രി പൂർണ്ണമായി നിസ്കരിച്ച പ്രതിഫലം ലഭിക്കുമെന്നാണ്. രാത്രിയുടെ പരിപൂർണത നേരത്തെ പറഞ്ഞ പ്രകാരം 12 മണിക്കൂറാണ്. അപ്പൊ സുബഹിയും ഇശാവും കൂടെ ജമാഅത്തായി നിസ്കരിക്കുന്നതിന് നമുക്ക് ആവശ്യമായി വരുന്ന സമയം ഒരു 10 മിനിറ്റ് സമയം, ഏറിപ്പോയാൽ 15 മിനിറ്റ് സമയം മാത്രമാണ്. ഈ സമയം നമ്മൾ ചെലവഴിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബ് നമുക്ക് ഓഫർ ചെയ്യുന്ന പ്രതിഫലം എത്രയാണ്? രാത്രിയുടെ പകുതിയും ഒരു പൂർണ്ണമായ രാത്രിയും കൂടെ ചേർന്നാൽ 12 കൂട്ടണം 6 സമം 18. നോക്കൂ നിങ്ങൾ, എത്ര മനോഹരമായൊരു കണക്കാണിത്. ഒരു 10 മിനിറ്റ് സമയം നമുക്ക് ചെലവഴിച്ചൂടെ? കഴിയുമെങ്കിൽ പള്ളിയിൽ തന്നെ പോയി ജമാഅത്തായി നിസ്കരിക്കണം പുരുഷന്മാർ. കാരണം പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കുന്നതിന് ഏറെ പ്രതിഫലമുണ്ട്. ചിലപ്പോൾ ജീവിതത്തിലെ ദുർബലമായ ചില സാഹചര്യങ്ങളിൽ പള്ളിയിൽ പോകാൻ സാധിച്ചു കൊള്ളണം എന്നില്ല എന്നു കരുതി ജമാഅത്തിനെ ഒഴിവാക്കേണ്ടതില്ല. ഇത്ര വലിയ പുണ്യം നഷ്ടപ്പെടുത്തേണ്ടതില്ലല്ലോ. അപ്പോൾ എന്തു ചെയ്യാം? നമ്മുടെ വീട്ടിലുള്ള ഭാര്യമാർ, നമ്മുടെ മക്കൾ, നമ്മുടെ സഹോദര സഹോദരിമാർ, നമ്മുടെ ഉമ്മമാർ, അവരെയൊക്കെ നമ്മളോടൊപ്പം ചേർത്ത് നിർത്തി നമ്മുടെ ജമാഅത്ത് വീട്ടിലും നടത്താവുന്നതാണ്. ജമാഅത്ത് വീട്ടിൽ പുരുഷന്മാർ നടത്തുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം ജമാഅത്ത് ഒഴിവാക്കൽ അത്ര നല്ലതല്ല എന്ന ഒരു മനോഹരമായ സന്ദേശം നിങ്ങളിലേക്ക് പങ്കുവെക്കാനാണ് വീട്ടിലെങ്കിലും ജമാഅത്ത് നടത്തണമെന്ന് ഈ സമയത്ത് പറഞ്ഞു വെക്കുന്നത്. സുബഹി ആയാലും ഇശ ആയാലും വളരെ പ്രധാനമായ സമയങ്ങളാണ്. അതിനെ പഴാക്കി കളയരുത്. പരമാവധി ജമാഅത്തായി നിസ്കരിച്ചാൽ നമ്മളറിയാത്ത വഴിക്ക് നമ്മുടെ അക്കൗണ്ട്, നമ്മുടെ നന്മയുടെ അക്കൗണ്ട് ടോപ്പപ്പായി അവസാനം അള്ളാഹുവിന്റെ കോടതിയിലെത്തുമ്പോൾ ആ മനോഹരമായ രംഗം കണ്ട് നമ്മുടെ അകം നിറയുന്ന
ഒരു സന്തോഷകരമായ മുഹൂർത്തമുണ്ട്. അള്ളാഹു അത് അനുഭവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.